ഇത് എൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് ആണ് ഗൈസ്. ഇത് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഓണത്തിനൊരു തട്ടിക്കൂട്ട് സദ്യ ഉണ്ടാക്കാനുള്ള പുറപ്പാടില്ല. അങ്ങനെ ഞങ്ങൾ 4 പേര് ചേർന്ന് കർക്കിടക മാസത്തിൽ ഞങ്ങൾ ഓണസദ്യ വെച്ച്. ഓണം ചിങ്ങം പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും തിരക്കായത് കാരണം ഞങ്ങൾ കർക്കിടകത്തിലേ ഞങ്ങൾ ഓണത്തിൻ്റെ സദ്യയും ഉണ്ടാക്കി. ഞങ്ങൾ 4 പേരും ചെന്ന് ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ കറിയെല്ലാം വെച്ച് ഓണസദ്യയും ഒരുക്കി. ആമിനയാണ് ഫുള്ള് കറിയെല്ലാം പാചകം ചെയ്ത്. കുടുംബിനി ആമിന. പിന്നെ അപ്പോഴത്തേനും മഴ പെയ്ത്, മഴയും വെയിലും എല്ലാം കൂടെ ഇടകലർന്നൊരു കാലാവസ്ഥയായിരുന്നു ഇത്. ഞങ്ങളുടെ അമുത ചേച്ചിയാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മെച്യൂരിറ്റി ഉള്ള ആൾ. ഞാൻ തേച്ചമെഴുക്കുന്ന ജോലിയിലായിരുന്നു. പിന്നെ ഇവനാണ് സാഹി, ആമിനയുടെ 2ാമത്തെ മോൻ. അങ്ങനെ അവരുണ്ടായിരുന്നു. ഞങ്ങളുടെ മക്കളെല്ലാം സ്കൂളിൽ പോയി. ഇത് റോഷിനി ചേച്ചി, പിങ്കൂസ് എന്ന് സ്വന്തമായിട്ട് വിളിക്കുന്ന ഞങ്ങളുടെ റോഷിനി ചേച്ചി. ആമിന വെച്ച കറി ചുമ്മാ ഒന്ന് ഇളക്കി വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അടുത്ത് വന്ന് നിൽക്കുക ചേച്ചി. ഇപ്പം സാമ്പാറിനകത്തിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക. വീഡിയോ എടുക്കുന്നോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആമിന പിന്നെ ഇലയിടുന്ന തിരക്കിലാണ്. ഇലയൊക്കെ ഇട്ടോളാം, വിളമ്പുന്ന ചേച്ചി വിളമ്പിക്കോളാൻ പറഞ്ഞു. വെക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, വിളമ്പാൻ അറിയത്തില്ലെന്ന്. വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിന്നണമെന്ന് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഞങ്ങൾ സാമ്പാർ വെച്ച്, മോരുകറി വെച്ച്, പച്ചടി, തോരൻ, അവിയൽ, പപ്പടം, പരിപ്പ്, പായസം അമുത ചേച്ചി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ബാക്കിയെല്ലാം ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കി. അച്ചാർ പിന്നെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങളൊരു ഓണസദ്യ തട്ടിക്കൂട്ട് ഓണസദ്യ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഞങ്ങൾ എന്നെടുത്തിയ 10-ാം തീയതി എടുത്തിയ ഓഗസ്റ്റ് 10-ാം തീയതി ഞങ്ങൾ എല്ലാ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് എൻ്റെ വീട്ടിൽ ഒരുക്കിയ ഓണസദ്യയാണ് ഇത്. പിന്നെ ഓണത്തിൻ്റെ അന്നല്ലേ സദ്യ ഇടാൻ പറ്റൂ. കർക്കിടക മാസത്തിലാണ് എടുത്തത്, ചിങ്ങത്തിലാണ് ഇട്ടത്. അങ്ങനെ ഞാനും അമുത ചേച്ചിയും കൂടെ ചോറെല്ലാം വിളമ്പി. അങ്ങനെ എല്ലാ കറികളും, നാരങ്ങ എല്ലാം വിളമ്പി ഞങ്ങൾ 4 പേരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. അപ്പോഴത്തേനും കുഞ്ഞുറങ്ങി. അവന് നേരത്തെ ചോറ് കൊടുത്ത് അവനെ അങ്ങ് ഉറക്കി. പിന്നെ ഞങ്ങളിരുന്ന് പിന്നെ ഇലയിട്ട് ഞങ്ങളെല്ലാം കൂടെ വിളമ്പി കഴിച്ചു. കുഞ്ഞപ്പോഴത്തേനും ഉറങ്ങിയോണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞതും അവൻ ഉണരുകയും ചെയ്തു. അവിയൽ വിളമ്പാറായപ്പോൾ തന്നെ എല്ലാവരും മാറി